Hello students, welcome to Children's Maths Corner. Welcome to Maths class for 9th standard. Chapter 5, Circles. സർക്കിൾസിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇപ്പം എന്താണ് സർക്കിൾ എന്ന് നമുക്കറിയാം. സർക്കിളുമായി ബന്ധപ്പെട്ട റേഡിയസ്, ഡയമീറ്റർ, ആർക്ക്, സെഗ്മെൻറ്റ്, ഈ കാര്യങ്ങളും നമുക്കറിയാം. So here a circle is here and 2 points on the circle are B and C. I just draw a line joining B and C. So this BC is a chord of the circle, line joining any 2 points on the circle. Now here I consider a point that one is equidistant from B and C. This point is equidistant from B and equidistant from C. ഇതിലൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു സർക്കിളിനകത്ത്. അത് ബിയിൽ നിന്നും സിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. മറ്റൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, അതും ബിയിൽ നിന്നും സിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. സോ ഐ ക്യാൻ കൺസിഡർ ദ തേർഡ് പോയിന്റ്. കണ്ടിന്യൂ ലൈക്ക് ദിസ്. ഐ കൺസിഡർ പോയിന്റ്സ് equidistant from B and C. ബിയിൽ നിന്നും സിയിൽ നിന്നും ഈക്വിഡിസ്റ്റൻസ് ആയ പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു. അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ വരക്കുന്നു. ഇവിടെ ഇതെല്ലാം ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ എല്ലാം ഇതിലെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഇനി ഈ പോയിന്റ്സ് എല്ലാം ഞാൻ ജോയിൻ ചെയ്ത് വരക്കും. Then what I get is, then I can see that the center of the circle lies on this line. That means I get this point here. So if the center we seek is on the perpendicular bisector of the line joining the points we have marked on the circle. ഈ റെഡിൽ വരച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബി സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ബിക്കോസ് ഇതെല്ലാം ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ വരക്കുന്നത് ഈ ബി സിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബി സിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ആ ബൈസെക്ടറിലായിരിക്കും ഈ സർക്കിളിൻ്റെ സെൻറ്റർ. ബട്ട് ദിസ് does tell us where on the line the center is. ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും എന്നുള്ളതാണ്. Once more I will tell you, that is, here we have a circle here and 2 points on the circle. We don't know the center of the circle. 2 points is here B and C and a chord joining B and C, that's the chord BC. Then I just draw an equilateral triangle here. These two sides are equal. So I just consider a point equidistant from B and C. Consider another one. Consider next and continue like this. I get many points here. Then I just join that points. I get a line there, straight line. That straight line is a perpendicular bisector of BC. അപ്പം ബിയിൽ നിന്നും സിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആയ പോയിന്റ്സ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈന് ബി സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും
ഈ സർക്കിളിൻ്റെ സെൻറ്റർ that we are seeing here. So the center of the circle lies on the perpendicular bisector of a chord. Chord of a circle means a line joining any two points on the circle. That one is the chord of this. Now here I just draw two chord. One chord is BC, another chord is here DE. I just draw a perpendicular bisector for BC. BC ക്ക് ഒരു perpendicular bisector, അതുപോലെ DE ക്ക് ഒരു perpendicular bisector. നമ്മൾ നേരത്തെ പറഞ്ഞു സർക്കിളിൻ്റെ സെൻറ്റർ ഈ BCൻ്റെ perpendicular bisectorലായിരിക്കും. വീണ്ടും സർക്കിളിൻ്റെ സെൻറ്റർ ഈ DEൻ്റെ perpendicular bisectorലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറും എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതായിരിക്കും സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സോ ഹിയർ ദീസ് ടു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് അറ്റ് എ പോയിന്റ് ഹിയർ. ദാറ്റ് പോയിന്റ് ഈസ് the center of the circle. So the perpendicular bisector of the line joining any two points on a circle passes through the center of the circle. The perpendicular bisector of any chord of a circle passes through its center. So if we draw more than one chord, then the center of the circle is the point of intersection of two perpendicular bisectors of the chord. ഇപ്പോൾ രണ്ട് കോഡ് വരച്ചാൽ ആ രണ്ട് കോഡിനും രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ ആ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇത് നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ട്, അതിൻ്റെ സെൻറ്റർ അറിയില്ലെങ്കിൽ അതിൽ രണ്ട് കോഡ് വരച്ച് ആ രണ്ട് കോഡിനും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് നോക്കിയാൽ അതെവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഫോർ എക്സാമ്പിൾ ഹിയർ ആൻ ആർക്ക് ഈസ് ഹിയർ. ആർക്ക് മീൻസ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ. ആർക്ക് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനാണ്, ഒരു ഭാഗം. ഒരു ആർക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ നമുക്കറിയില്ല. വി വാണ്ട് ടു ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ദിസ് ആർക്ക്. So just draw a chord here and draw a perpendicular bisector here. Perpendicular bisector, we find the midpoint and draw a 90-degree angle. Again consider another chord here. Just draw a perpendicular bisector. Then these two perpendicular bisectors meet at a point that is the center of the circle. Then we can complete the circle. Once again I will tell you, here we have a chord. ഒരു കോഡ് ഇവിടെ തന്നിട്ടുണ്ട്, കോഡ് ആർക്ക് സർക്കിളിൻ്റെ പോർഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ അറിയില്ല. അപ്പോൾ ആദ്യം നമ്മളൊരു കോഡ് വരക്കുന്നു, അതിൽ രണ്ട് പോയിൻ്റ് എടുത്ത് എന്നിട്ട് അതിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. രണ്ടാമതൊരു കോഡ് പരിഗണിച്ചു, അതിനും ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അത് രണ്ടും മീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററായിരിക്കും. അതുപയോഗിച്ച് നമുക്ക് ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരക്കും, സർക്കിൾ കംപ്ലീറ്റ്. Now here a circle with center C and AB is one of the chord here, and AB is a chord of the circle with center at C. Then CD is a perpendicular to AB. CD AB ക്ക് perpendicular ആയി വരച്ചാണ്. Then this one angle CDA angle CDB equal to 90 degree. ഈ രണ്ട് ആംഗിളും 90 ആയിരിക്കും. Then you join this AC and BC. AC and BC or CA and CB are equal. CA and CB equal ആയിരിക്കും, കാരണം ഇത് രണ്ടും
ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. CD ആൻഡ് CD ആർ ഈക്വൽ. CD-ക്ക് തന്നെ ഈക്വൽ. CD എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. CD എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. സോ CD ഈസ് എ കോമൺ സൈഡ് ഹിയർ. സോ ആംഗിൾ CDA ആംഗിൾ CDB ആർ congruent triangles. Equal. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആയി. ബിക്കോസ് their hypotenuses are equal. One of the side is equal here. BD, height of the first triangle CD, height of the second triangle also CD. So these two right angle triangles are equal triangles. So AD and BD are equal. So the length of AD and length of BD are equal. We can see that the perpendicular from the center of a circle to a chord bisect the chord. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കോഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ അത് ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും, ഈക്വലായി ഡിവൈഡ് ചെയ്യും. ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഹിയർ. കോൺവേഴ്സ്ലി ഇതിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. ദ ലൈൻ ജോയിനിങ് the center of a circle and the midpoint of a chord. ഒരു സർക്കിളിൻ്റെ സെൻറ്ററും ഒരു കോഡിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈന് കോഡിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ആൾസോ വി ആർ ഗെറ്റിംഗ് ഹിയർ. നൗ യു സീ ഹിയർ. There is a circle here, an equilateral triangle also here. Equilateral triangle means three sides are equal. ഈ മൂന്ന് സൈഡ് ഈക്വൽ ആയ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു സർക്കിളും ഉണ്ട്. Here this is the center of the circle and these three are the radius of the circle. And I just draw a line, line from center to one of the side here, perpendicular to one of the side. Then we know already this is 60 degree because it's equilateral angle. This one is 60, this also 60. This is 30, this one is 30. Also this angle is 30. This is 30, this one is 30. So this become 120. Because the total of the angle is 180. ഈ ചെറിയ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 30 ആണ്, ഈ ആംഗിൾ 30 ആണ്. അതുകൊണ്ട് ഇത് 120 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഇത് 30 ആണ്, ഇത് 90 ആണ്. ഇത് 30 ഇത് 90 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആയി. Once again I will tell you, there is a circle here, a triangle is here, and three vertices lies on the circle, and all the sides are equal, so it is an equilateral triangle. All the angles also equal, all angles are 60 degree. All the sides are also equal, so an equilateral triangle. So here I just consider the center of the circle and joining the center with all the three vertices of the triangle. സർക്കിളിൻ്റെ സെൻറ്റർ കൺസിഡർ ചെയ്തു, അതിൽ എല്ലാ വെർട്ടിസസിലേക്കും ഓരോ ലൈൻ വരച്ചു. അങ്ങനെ 3 ലൈൻസ്. പിന്നെ ഈ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. അത് പെർപെൻഡിക്കുലർ ആയിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആയിരിക്കും. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രി ആവുന്ന രൂപത്തിൽ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ.
Now I know this angle is 60. ഇത് 60 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഈ ആംഗിൾ 30 ആണ്. ഈ ആംഗിളും 30 ഡിഗ്രി ആണ്. അതുപോലെ ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇത് 30 ആണ്, ഇതും 30 ആണെങ്കിൽ ഈ ആംഗിൾ 120 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇത് 60 ആണ്, ഇതും 60, ഇത് 30 ആണ്, ഇതും 30 ആണ് എങ്കിൽ ഈ ആംഗിൾ 120 ഡിഗ്രി ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് 120 ഡിഗ്രി ആണ്. അതേപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഈ ആംഗിൾ കിട്ടുന്നത് 30 ആണ്. ഇത് 90 ആണ്, ഇത് 30 ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണ്. Using this idea, we can construct a equilateral triangle inside a circle. ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ഒരു സർക്കിൾ തന്നാൽ ആ സർക്കിളിനകത്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരക്കാം. അതെങ്ങനെയാണ് വരക്കുന്നത് നമുക്ക് നോക്കാം. സോ സർക്കിൾ ഈസ് ഹിയർ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത്, ഏത് സർക്കിൾ ആയാലും. അപ്പോൾ ഐ ജസ്റ്റ് ഡ്രോ എ ഡയമീറ്റർ. ഒരു ഡയമീറ്റർ വരച്ചു വിടാതെ സ്ക്രീന് പെർപെൻഡിക്കുലറായി ഒരു ഡയമീറ്റർ വരച്ചു. അതിൽ 120 ഡിഗ്രിയിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കി. അപ്പോൾ ആദ്യം വരക്കുന്നത് നമ്മൾ ഒരു ഡയമീറ്റർ വരച്ചു. ആ ഡയമീറ്ററിൽ സെൻറ്ററിൽ 120 ഡിഗ്രിയിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പോയിന്റിൽ 30 ഡിഗ്രിയിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. ഇവിടെ ഇപ്പോൾ ഈ കിട്ടുന്ന പോയിന്റിൽ 30 ഡിഗ്രിയിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. അത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിൽ മറ്റൊരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഈ 3 പോയിന്റും എടുക്കുക. ഈ 3 പോയിന്റും ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചാൽ ആ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ സർക്കിൾ വരച്ചു, പിന്നെ ഒരു ഡയമീറ്റർ വരച്ചു. ആ ഡയമീറ്ററിൽ സെൻറ്ററിൽ 120ൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. ആ കിട്ടുന്ന മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് 30 ഡിഗ്രിയിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. ഇവിടെ ഈ പോയിന്റിൽ 30 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 3 പോയിന്റ് കിട്ടും. ആ 3 പോയിന്റും ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചാൽ ആ ട്രയാങ്കിൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും.